ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് വെച്ച് ഗണാഷ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കേക്ക് റെസിപ്പി ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിതിലെല്ലാം വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് മൈദ എടുക്കുമ്പോൾ കൂടുതലായിട്ടുള്ളത് ഇങ്ങനെ കൈ വെച്ചൊന്ന് ലെവലാക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുന്നത്. ഇത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു പിഞ്ച് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അളവാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം, കാരണം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയാണ്. അപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിനായി മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതേപോലെ നന്നായി പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ പഞ്ചസാര ചൂടായിട്ടുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ചോക്ലേറ്റ് സിറപ്പ് തയ്യാറാക്കാം. അതിനായി നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ മെല്ലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ ചൂടുള്ള പാല് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഇത് കഴിഞ്ഞ് കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള 3 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മുട്ട എടുത്താലും ബാക്കി എന്ത് ഇൻഗ്രീഡിയൻസ് എടുത്താലും അത് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രം കേക്കിൽ ഉപയോഗിക്കുക. എന്നിട്ട് 1 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതുകഴിഞ്ഞ് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ പകുതി ചേർത്ത് കൊടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മയോണൈസൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ. നിർത്തി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ 3-4 പ്രാവശ്യം ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ബാക്കി സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് ഇങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബീറ്ററൊന്നും ഇല്ലാത്തവർ വിഷമിക്കണ്ട, ഇങ്ങനെ മിക്സിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുട്ടയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ നമുക്ക് തോന്നിക്കില്ല. അതുപോലെ നന്നായിട്ട് മുട്ട ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ലൊക്കെ കുറവായിരിക്കും. ഇത് കഴിഞ്ഞ് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മൈദയുടെ മിക്സ് ഇതിലേക്ക് 2 പ്രാവശ്യമായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്പാച്ചുലയ്ക്ക് പകരമായി ഇങ്ങനത്തെ ഒരു നൈഫാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് മിക്സിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇതല്ലെങ്കിൽ പരന്ന എന്തെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ചാലും മതിയാവും. എന്നിട്ട് ഇങ്ങനെ പതിയെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പതിയെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ മുട്ട പൊങ്ങി വന്നതൊക്കെ താന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ബാക്കി മൈദയുടെ മിക്സ് കൂടെ ചേർത്ത് ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിനായിട്ടുള്ള പാത്രം ശരിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനത്തെ ഒരു അലുമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ കുക്കറിലൊക്കെ ഇങ്ങനത്തെ തട്ടുള്ള പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രമായാലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ഇങ്ങനെ അല്ലെങ്കിൽ ഓയിൽ തേച്ചിട്ട് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ബട്ടർ പേപ്പറിന് മുകളിലും ഓയിൽ തേച്ച് കൊടുക്കണം. ഇതിന് ശേഷം കേക്ക് ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ കേക്ക് സ്മൂത്തായിട്ട് വരും. ഇനി നമുക്ക് ഈ ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 5 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കണം. ഇതിലുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ്. ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുക്കർ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഒരു റിങ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 30 to 35 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. കുക്കർ അടച്ചു വെച്ചാൽ മാത്രം മതി. വെയിറ്റ് വെച്ച് കൊടുക്കരുത്. പിന്നെ ഇടയ്ക്ക് പാത്രം തുറന്ന് നോക്കാനും പാടില്ല. കാരണം നമ്മുടെ കേക്ക് ഉള്ളിലേക്ക് ഇരുന്ന് പോകും. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം. കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ഈ ടൂത്ത് പിക്ക് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പറ്റിപ്പിടിക്കാതെ വരണം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുക്കർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. വേറെ അടിപരപ്പുള്ള അലുമിനിയം പാത്രത്തിലൊക്കെ തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുക്കറിൽ നിന്ന് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ആവിവെള്ളം വീഴാത്ത രീതിയിൽ മൂടി വെക്കണം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായി ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. കൂടുതൽ നേരം തിളപ്പിക്കേണ്ടതില്ല. ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞൊന്ന് തിളച്ചതിന് ശേഷം ആറാനായിട്ട് മാറ്റിവെക്കാം. ഇവിടെ ക്രീം വിപ്പ് ചെയ്യാനായിട്ട് സ്റ്റീലിൻ്റെ പാത്രവും ബീറ്ററിൻ്റെ ബ്ലേഡും 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ തണുപ്പ് കൂടുതൽ നേരത്തേക്ക് നിന്നോളും. എന്നിട്ട് ബ്ലേഡും പാത്രവും തുണി കൊണ്ട് തുടച്ചെടുക്കണം. കാരണം ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വിപ്പിംഗ് ക്രീം ആയാലും യൂസ് ചെയ്യാം. ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം ഫ്രീസറിൽ നിന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചേക്കണം. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചാണ് ഇവിടെ ബീറ്റ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ കുറച്ച് എമൗണ്ട് ഒഴിച്ച് 1 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തും ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് സ്പീഡിലും പിന്നെ ഓരോ സ്പീഡും കൂട്ടിക്കൊടുക്കണം. ഞാൻ 3rd സ്പീഡ് വരെയാണ് കൂട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് 4 മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നന്നായിട്ട് ക്രീം വിപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോമിലാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ക്രീം എടുത്ത് നോക്കുമ്പോൾ താഴെ വീഴാതെ കിട്ടണം. ഇത്രയും ചെയ്താൽ മതി. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നിന്ന് മാറ്റാം. നമുക്ക് ഇങ്ങനെ ഒരു പാത്രം വെച്ച് കമത്തിയിട്ട് പതിയൊന്ന് തട്ടിക്കൊടുത്ത് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ അടിപൊളിയായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. നമ്മളിത് ഒരു കേക്ക് ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു കേക്ക് ടൈം ടേബിൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്കിത് 3 പീസായിട്ട് മുറിച്ചെടുക്കണം. അതിനായി ഇങ്ങനെ ഒരു സ്പാച്ചുല വെച്ച് സൈഡൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ സാധാ നൂല് ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുത്തെന്ന് ഇങ്ങനെ വെച്ചൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ തന്നെ കട്ട് ചെയ്ത് കിട്ടും. ഇങ്ങനെ ബാക്കി ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ 3 പീസിലും ഷുഗർ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കേക്ക് ടൈം ടേബിളിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കേക്ക് ബോർഡ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കുറച്ച് ക്രീം സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത മുകളിലത്തെ പീസ് ആദ്യം വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കി ഷുഗർ സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. നമ്മുടെ വീട്ടിൽ പഞ്ചസാരയൊക്കെ വാങ്ങിക്കുന്ന ഒരുവിധം ഇങ്ങനെ കട്ടിയായിട്ടുള്ള കവറ് കോണായിട്ട് കട്ട് ചെയ്തിട്ട് അയൺ ബോക്സ് വെച്ച് ഒരു സൈഡൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി.
എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ട് പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇതിനുള്ളിലേക്ക് നിറച്ചു കൊടുക്കാം. ഇതിന് ശേഷം കവർ മുകളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അറ്റം ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം നിറച്ചിട്ടുണ്ട്. ഇനി ക്രീം ആദ്യം സെൻറ്ററിൽ വെച്ച് കേക്ക് ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുമ്പോൾ എല്ലായിടത്തും കറക്റ്റ് എമൗണ്ടിൽ ക്രീം ഫില്ലായിക്കോളും. അല്ലാതെ സ്പാച്ചുലയിൽ എടുത്തിട്ട് എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത പീസ് കേക്ക് കൂടെ വെച്ച് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിന് ശേഷം ലാസ്റ്റ് കട്ട് ചെയ്ത പീസാണ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ലെവലായിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം സ്പാച്ചുല വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സൈഡിലും ഇതേപോലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. സ്പാച്ചുല ഉപയോഗിച്ച് സൈഡിലും മുകൾ വശത്തും കറക്റ്റ് ലെവലാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ സൈഡൊക്കെ ഒരുവിധം പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രീസറിലേക്ക് മാറ്റി വെക്കണം. ഫ്രീസറിൽ തന്നെ വെക്കണം, അപ്പോഴാണ് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുന്നത്. ഇനി കേക്കിന് മുകളിൽ ഒഴിക്കാൻ ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കാം. അതിനായി 1/4 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും ഇതുകൂടാതെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുക്കുന്നുണ്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. സൈഡിൽ ചെറുതായി തിള വരുമ്പോഴേക്കും പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടുതൽ നേരമിട്ട് തിളപ്പിക്കരുത്. ഉടനെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുവിധം കുറുകി വരുമ്പോൾ ബട്ടർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ആറാനായിട്ട് വെക്കാം. അപ്പോൾ കേക്ക് അരമണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്ക്രേപ്പറോ അല്ലെങ്കിൽ ഇതേപോലത്തെ നൈഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിലൊന്ന് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ലൈൻ പോലെ വരുന്നത് കാണാൻ സാധിക്കും. ഇനി കേക്കിൻ്റെ സെൻറ്ററിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളിടത്താണ് നമ്മൾ ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗണാഷ് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. കേക്കിന് നല്ല തണുപ്പുണ്ടായിരിക്കണം, എന്നാലേ ഗണാഷ് ഒഴിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ അടിയിൽ ഒരു പ്ലേറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗണാഷ് ഒഴിക്കുമ്പോൾ എക്സസ് ആയിട്ടുള്ളത് അതിൽ വന്ന് വീണോളും. നമ്മളിവിടെ സൈഡൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഗണാഷ് സെറ്റ് ആയതിനു ശേഷം ആ പ്ലാസ്റ്റിക് പാത്രം മാറ്റാം. അതിനുശേഷം ഇങ്ങനത്തെ നോസിലെടുത്ത് സെൻറ്ററിലും സൈഡിലും ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കുക. ഇത് കഴിഞ്ഞ് സെൻറ്ററിലും കുറച്ച് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈസിയായി ചെയ്തെടുത്ത ചോക്ലേറ്റ് ഡിസൈൻ സെൻറ്ററിലായി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ജെംസ് കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കേക്ക് മുറിച്ചുകൂടെ കാണിക്കാം. നിങ്ങൾക്ക് കേക്ക് മുറിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. കേക്ക് ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുക. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തുപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് തോന്നിക്കുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കേക്ക് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു കേക്ക് ഇഷ്ടമാകും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാനും മറക്കരുതേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.